ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ കോഴ്സിന്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ഓപ്പണിങ്സ് വരുന്നത്, നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്ക് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരിക, ഇതിനെല്ലാം കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇന്ന് എടുക്കുന്ന ഓരോ സുപ്രധാന തീരുമാനത്തിന് പിന്നിലും കൃത്യമായ കണക്കുകളുടെയും വിവരങ്ങളുടെയും വിശകലനമുണ്ട്. ഇപ്പൊ ജീവശാസ്ത്രപരമായ വിവരങ്ങളെ സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗിച്ചിട്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് പഠിക്കുന്ന ശാസ്ത്രരേഖയാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ മരുന്നുകളുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിലും പാരാമെഡിക്കൽ പ്രവചിക്കുന്നതിലും ബയോസ്റ്റാറ്റിസ്റ്റിഷ്യന്മാരുടെ പങ്ക് വളരെ വലുതായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഡാറ്റാ സയൻസും ആരോഗ്യശാസ്ത്രവും ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ കഴിയുന്ന ഒരു മികച്ച കരിയർ മേഖല തന്നെയാണിത്. അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ കരിയർ ഗൈഡൻസ് നടപടികൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഒരു സിംഗിൾ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ കോഴ്സ് ഗൈഡൻസ്, എല്ലാ പുതിയ അപ്ഡേറ്റുകളും ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി പഠന ലോകത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിക്ക് വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. എന്താണ് ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ്? അതായത് ജീവശാസ്ത്രം, വൈദ്യശാസ്ത്രം, പൊതുജനാരോഗ്യം എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അവയെ വിശകലനം ചെയ്യുകയും അവയെ അടിസ്ഥാനമാക്കി നിഗമനങ്ങൾ എത്തുകയും ചെയ്യുന്ന രീതിയാണിത്. രോഗങ്ങൾ എങ്ങനെ പടരുന്നു, അല്ലെങ്കിൽ ഒരു മരുന്ന് എത്രത്തോളം ഫലപ്രദമായിട്ട് ഒരു വ്യക്തിയിൽ ഫലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജനിതക ഘടന ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ബയോസ്റ്റാറ്റിസ്റ്റിക്സ് രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ശേഖരിച്ച വിവരങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ചുരുക്കി വിവരിക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് വലിയൊരു ജനവിഭാഗത്തെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താൻ ഇത് സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു നിശ്ചിത എണ്ണം ആളുകളിലെ ചില മരുന്നുകൾ നമ്മൾ പരീക്ഷിച്ച ശേഷം അത് ലോകം മുഴുവൻ ഫലിക്കുമോ ഇല്ലയോ എന്ന് ഇതിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ, ഈ മേഖലയിലെ ഉപയോഗങ്ങൾ വളരെ വിപുലമാണ്. ഒന്ന്, ക്ലിനിക്കൽ ട്രയലുകൾ, അതായത് പുതിയ മരുന്നുകളോ അല്ലെങ്കിൽ ചികിത്സാ രീതികളോ മനുഷ്യരിൽ പരീക്ഷിക്കുമ്പോൾ അവ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ ഈ ശാസ്ത്രം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, എപ്പിഡെമിയോളജി, അതായത് രോഗങ്ങൾ പടരുന്നത് തടയുവാനും അവയുടെ ഉറവിടം കണ്ടെത്താനും ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പബ്ലിക് ഹെൽത്ത് പോളിസി, ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സർക്കാരുകൾ നടപ്പിലാക്കുന്ന നയങ്ങൾ രൂപീകരിക്കുന്നത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ മനുഷ്യന്റെ DNA ഘടനയുടെ മാറ്റങ്ങൾ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി ആരോഗ്യം, ഇപ്പോൾ വായു മലിനീകരണം, മറ്റു പരിസ്ഥിതി പ്രശ്നങ്ങളുമെല്ലാം ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബയോസ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബയോസ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അതായത് ആശുപത്രികൾ അല്ലെങ്കിൽ സർവകലാശാലകൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എന്നിവയിലെല്ലാം ഗവേഷണങ്ങൾക്കായിട്ട് ഡാറ്റ വിശകലനം ചെയ്യുന്നവരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഒരു ആരോഗ്യ രംഗത്ത് ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷണലുകളായിട്ട് നമുക്ക് മാറാം. അതുപോലെ തന്നെ മെഡിക്കൽ റിസർച്ചുകൾ, അതായത് രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നവരെ. പിന്നെ അക്കാദമിക് പ്രൊഫസേഴ്സ്, അതായത് കോളേജുകളിലും സർവകലാശാലകളിലും ഈ വിഷയം പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഫോർമാറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അതായത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഈ കാറ്റഗറിയിൽ പെടുന്നവർ. എങ്ങനെ നമുക്കൊരു ബയോസ്റ്റാറ്റിസ്റ്റ്യൻ ആകാം? സാധാരണയായിട്ട് ഗണിതത്തിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ബയോളജിയിലോ താല്പര്യമുള്ളവർക്ക് ഈ മേഖല തിരഞ്ഞെടുക്കാം. ഇപ്പൊ ബിരുദത്തിന് ശേഷം ബയോസ്റ്റാറ്റിസ്റ്റിക്കൽ ബിരുദാനന്തര ബിരുദം, MSc ഓർ ഹയർ സ്റ്റഡി റിസർച്ച് കോഴ്സുകളും എല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അനലിറ്റിക്കൽ സ്കിൽസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവ ഈ ഒരു കരിയർ വിജയിക്കാൻ ആവശ്യമായ കഴിവുകളാണ്. അപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്തിന് നട്ടെല്ലാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. കൃത്യമായ വിവരങ്ങളുടെ പിൻബലമില്ലാതെ ഒരു ചികിത്സാ രീതിയും പൂർണ്ണമാകില്ല. അപ്പൊ ഡാറ്റകളോട് ഇഷ്ടമുള്ളതും മനുഷ്യജീവൻ രക്ഷിക്കാൻ താല്പര്യമുള്ളതുമായ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വളരെ നല്ലൊരു ഓപ്ഷനാണ്, വളരെ നല്ലൊരു സാലറി ഉള്ള ഒരു കരിയറും കൂടിയാണിത്. അപ്പോൾ ഭാവിയിൽ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന പല വിപ്ലവകരമായ മാറ്റങ്ങൾക്കും നേതൃത്വം നൽകാൻ
നേടാൻ ഈ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്കാണ് സാധിക്കുക. അർപ്പണബോധത്തോടെ ഈ മേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് ശോഭനമായ ഒരു ഭാവി ഉറപ്പു തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360ന്റെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യാം.